ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർമി റിക്രൂട്ട്മെന്റ് പോകുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിച്ചു COVID-19 സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ, പോകുന്ന സമയത്ത് അത് എപ്പോൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ഈ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ആർമി ഇറക്കിയ ഒരു നോട്ടീസാണ്. അത് ഏത് സ്ഥലത്താണ്, അതുപോലെ തന്നെ അത് ഇറക്കിയ ഡേറ്റ്, ആ കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒഫീഷ്യൽ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ ഈ ഒരു എന്താ പറയാ ഇതില് ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അഡ്മിറ്റ് കാർഡ് വന്ന് റാലി ഡേറ്റ് എന്നാണോ അതിനൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം മുമ്പായിരിക്കും നമുക്ക് ഈ ഒരു മെയില് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID-യിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റാലി കണ്ടക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ബാധകമാണ്. അപ്പോൾ ഇത് സ്ഥലവും അതുപോലെ തന്നെ വെന്യൂവും ഞാൻ ഇതിനകത്ത് ബ്ലർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ബ്ലർ ചെയ്ത് കാണിച്ചിരുന്നത്. എന്നാലും നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പറ്റും. ആദ്യം തന്നെ മേലുള്ള ഹെഡ്ലൈൻ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ദ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആർമി റിക്രൂട്ട്മെന്റ് ആൻഡ് വിതൗട്ട് മാസ്ക് ആൻഡ് ഗ്ലൗസ്. അപ്പോൾ റാലിക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ റാലിക്ക് മാസ്കും ഹാൻഡ് ഗ്ലൗസും കമ്പൽസറി ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുന്നതല്ലേ ആർമി റിക്രൂട്ട്മെന്റ്, അപ്പോൾ മാസ്ക് ആവശ്യമില്ല എന്നൊക്കെ. അപ്പോൾ റണ്ണിങ്ങിന് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഇതിനനുസരിച്ചാണ്. COVID-19 സർട്ടിഫിക്കറ്റും ഉള്ളത് കൊണ്ട് തന്നെ റണ്ണിങ് സമയത്ത് നമുക്ക് മാസ്ക് വെക്കേണ്ടി വരില്ല. അപ്പോൾ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മാസ്ക് കമ്പൽസറി ആണ്. ആ ഒരു ക്യാമ്പിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ബാധകമാണ്. ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മിലിറ്ററി പോലീസിലേക്കുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ബാധകമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻ അക്കോർഡൻസ് വിത്ത് ദ COVID-19 സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ ഇന്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആർമി, ആൾ കാൻഡിഡേറ്റ്സ് ആർ ഡയറക്റ്റഡ് ടു റിപ്പോർട്ട് ആൾ റാലി ഡേറ്റ് അലോങ് വിത്ത് ഫേസ് മാസ്ക്, ഹാൻഡ് ഗ്ലൗസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മാസ്കും ഈ കാര്യങ്ങളും നിർബന്ധമാണ്, അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് COVID-19 സർട്ടിഫിക്കറ്റ് 48 മണിക്കൂറിനകത്തുള്ളത് തന്നെ വേണം. അപ്പോൾ 48 മണിക്കൂറിന് മുമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെടുക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ റാലി എന്നാണോ അതിന് 2 ദിവസം മുമ്പായിരിക്കണം എടുക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതിൻ്റെ തലേ ദിവസം പോയി എടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 48 മണിക്കൂർ എന്ന് പറയുന്ന എൻട്രി ടൈം ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ കയറുന്ന സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഒരു നേറ്റീവ് സർട്ടിഫിക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് തലേ ദിവസം ചെന്ന് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റും ഇതിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിലിൽ അഡ്മിറ്റ് കാർഡ് വന്ന ഡേറ്റ് എന്നാണോ റാലി എന്നാണോ അതിനൊരു 2 ദിവസം മുമ്പ് നമുക്ക് ഈ ഒരു മെയിൽ വരും. അതിനെ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫോർമാറ്റ് കൊണ്ടുവന്ന് വേണം കൗണ്ടർ സൈൻ ചെയ്ത് എടുക്കാനുള്ള ഡോക്ടറെ കയ്യിൽ നിന്ന്, നമുക്ക് COVID-19 ഇല്ല എന്നുള്ള. അതുപോലെ തന്നെ അതിനകത്ത് രണ്ടാമത് അവർ പറയുന്നത് നോ റിസ്ക് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോ റിസ്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡിയൻസും അതുപോലെ തന്നെ നമ്മളും അതിനകത്ത് സൈൻ ചെയ്തിരിക്കണം. നമ്മൾ ഈ ഒരു പോകുന്ന കാര്യത്തിൽ റിസ്ക് എന്ന് പറയുന്നത് സ്വന്തം ഇതിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, COVID-19 സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് ഡോക്ടർ ആരാണോ ആ ഒരു ഡോക്ടർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കണം. അതും പറയുന്നുണ്ട്, നെയിം ഓഫ് ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ നമ്മുടെ പേരും നമ്മുടെ ഫാദേഴ്സ് നെയിമും ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇല്ല, കോവിഡ് വൈറസ് ഡിസീസ് കറന്റ്ലി അസിംറ്റമാറ്റിക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡോക്ടർ സൈൻ ചെയ്ത് സീൽ ചെയ്യണം, അത് നിർബന്ധമാണ്, ഓർക്കുക. സീൽ എന്തായാലും ചെയ്തിരിക്കണം. സർട്ടിഫിക്കറ്റ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് മെയിൽ വരും റാലിയായിട്ട് ബന്ധം. അത് നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് മെയിൽ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു മെയിൽ നിങ്ങൾക്ക് വരും. അത് വരാത്തവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്തിരുന്നാൽ മതി. ആ ഒരു റാലി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് PDF ആയിട്ട് ഇട്ടിരിക്കാം, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു നോൺ റിസ്ക് സർട്ടിഫിക്കറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോൺ റിസ്ക് സർട്ടിഫിക്കറ്റ് ഇത് ഏത് പർട്ടിക്കുലർ സ്ഥലത്താണ് നടക്കുന്നത്, ആ ഒരു സ്ഥലത്ത് ആർമി റിക്രൂട്ട്മെന്റ് റാലി ഏത് സ്ഥലമാണോ ആ ഒരു സ്ഥലത്തിന്റെ പേര് ഇവിടെ വരും. അപ്പോൾ ഞാനിതിപ്പം പർട്ടിക്കുലർ നടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നോൺ റിസ്ക് സർട്ടിഫിക്കറ്റ് കാൻഡിഡേറ്റും സൈൻ ചെയ്യണം, അതുപോലെ തന്നെ പാരന്റും സൈൻ ചെയ്യണം. ഈ കാര്യങ്ങൾ നിർബന്ധമാണ് റാലിക്ക് പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.